ഹായ് മാം, മലയാള സിനിമയിൽ ഇപ്പോൾ ഏതുതരം ജോണറുള്ള സിനിമകളിലും മാം ഭാഗമാകാറുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയ്യപ്പനും കോശിയിലെ ആ റോളാണ് എല്ലാവരുടെയും ഇങ്ങനെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത്. മലയാള സിനിമ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുടെ ഒരു ഒരു ഫ്ലോയിലാണ്. ആ മാറ്റങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കരിയറിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വരുന്നുണ്ട്, പെർഫോം ചെയ്യാനുള്ള സ്പേസസ് വരുന്നുണ്ട്, കുറേ എന്താ പറയുക, നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗം കഴിയുന്ന സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാള സിനിമ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന രാമു കാര്യേട്ടൻ്റെ പേരുള്ള ഒരു അവാർഡാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ഒരു ജനകീയ അവാർഡാണ്. ആ ഒരു അവാർഡ് ഫംഗ്ഷനിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്, സന്തോഷങ്ങളൊക്കെ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു സാറിൻ്റെ പേരിലുള്ളത് അയ്യപ്പനും കോശി എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും അതേ വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കൂടാതെ 2-3 മലയാളം സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ചോദിക്കട്ടെ, സച്ചി സാറിനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എൻ്റെ കരിയറിൽ എന്നെ ഒരു ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നത് സച്ചേട്ടനാണ്. ഒരുപാട് എന്താ പറയുക, അത് പറയുമ്പം ടോട്ടലി നമ്മൾ വല്ലാണ്ടായിപ്പോവും, ഡൗൺ ആയിപ്പോവും. കാരണം എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു സച്ചേട്ടൻ എന്നുള്ളത് എന്നെ അറിയുന്നതും എന്നെ സ്നേഹിക്കുന്ന സിനിമക്കാർ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു വിടവ് കരിയറിൽ നിർത്താൻ പറ്റില്ല. പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും സച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് എൻ്റെ കരിയറിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സച്ചേട്ടൻ തന്ന കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്നിലെ ആക്ടേഴ്സിനെ വേറെ തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മാം എന്തായാലും സച്ചേട്ടൻ തന്നവരുള്ള ഒരുപാട് നല്ല സിനിമകൾ ഇനി മറ്റു സംവിധായകരും മാമിന് തരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.